മുംബൈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പ്. കഴിഞ്ഞ 30 വർഷമായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആര് വാഴണം ആര് വീഴണമെന്ന് തീരുമാനിച്ചിരുന്നത് താക്കറെ കുടുംബമായിരുന്നു. എന്നാൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്നു. മുംബൈയുടെ മണ്ണിൽ താക്കറെ യുഗത്തിന് അന്ത്യം കുറിച്ച BJP നയിക്കുന്ന മഹായുദ്ധി സഖ്യം വെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് BJP മുംബൈ പിടിച്ചടക്കിയത്? ആ ചരിത്ര വിജയത്തിന് പിന്നിലെ 5 പ്രധാന കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും വികസന രാഷ്ട്രീയവും തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മുംബൈയിലെ വോട്ടർമാരെ സ്വാധീനിച്ചു. പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാട്ടാൻ ശക്തനായ ഒരു നേതാവില്ലാത്തതും മോദിയിലുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസവും BJPക്ക് കരുത്തായി. രണ്ടാമതായി ശിവസേനയിലെ പിളർപ്പ്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള നീക്കം ഉദ്ധവ് താക്കറെയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കി. ഉദ്ധവ് പക്ഷത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഷിൻഡെ വിഭാഗം നേടിയ 28 സീറ്റുകൾ മഹായുതിയുടെ ഭൂരിപക്ഷത്തിൽ നിർണായകമായി. മൂന്നാമത്തെ ഘടകം വോട്ടർമാരുടെ ധ്രുവീകരണമാണ്. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും കൈകോർത്തപ്പോൾ മുംബൈയിലെ വലിയൊരു വിഭാഗം വരുന്ന ഉത്തരേന്ത്യൻ വോട്ടർമാർക്കിടയിൽ ആശങ്കയുണ്ടായി. MNSന്റെ പഴയ ഉത്തരേന്ത്യൻ വിരുദ്ധ നിലപാട് ഭയന്ന ഈ വോട്ടർമാർ കൂട്ടത്തോടെ BJPയിലേക്ക് അണിനിരന്നു. നാലാമത്തെ കാരണം ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് തന്നെയാണ്. ഓരോ വാർഡിലും മന്ത്രിമാരെ നേരിട്ടിറക്കിയും റാലികളിലെ ജനക്കൂട്ടത്തെ കൃത്യമായി വോട്ടുകളാക്കി മാറ്റുന്ന മൈക്രോ മാനേജ്മെന്റ് തന്ത്രത്തിലൂടെയും ഫട്നാവിസ് BJPയെ വിജയത്തിലേക്ക് എത്തിച്ചു. അഞ്ചാമത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം ദീർഘകാല ഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പാണ്. 30 വർഷമായി BMC ഭരിക്കുന്ന താക്കറെ കുടുംബത്തിനെതിരെ സ്വാഭാവികവുമായി ഉണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരം BJPയും ഷിൻഡെ പക്ഷവും കൃത്യമായി മുതലെടുത്തു. മാറ്റം ആഗ്രഹിച്ച മുംബൈ ജനത താമരയ്ക്ക് വോട്ട് ചെയ്തു. വർഷങ്ങളായി ശിവസേനയുടെ കോട്ട എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുംബൈയിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത് ഇതാദ്യമായാണ്. 88 സീറ്റുകളിൽ ലീഡ് നേടിക്കൊണ്ട് മുംബൈയിൽ ഒരു BJP മേയർ എന്ന സ്വപ്നത്തിലേക്ക് പാർട്ടി നടന്നെടുക്കുകയാണ്. ഇത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ BJPയുടെ കരുത്ത് ഇരട്ടിയാക്കുന്നു. ദേശീയ തലത്തിൽ BJPക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുമ്പോഴും പ്രാദേശികമായി ഓരോ വോട്ടറെയും സ്വാധീനിക്കുന്നതിൽ BJP വിജയിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ മുംബൈ ഫലം. താക്കറെ കുടുംബത്തിന്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണത്. ചുരുക്കത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണവും മോദി എന്ന ബ്രാൻഡും ചേർന്നപ്പോൾ മുംബൈയുടെ മണ്ണ് BJPക്ക് വഴങ്ങി. മുംബൈയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. അടുത്ത 5 വർഷം മുംബൈയുടെ വികസന കുതിപ്പ് ഇനി BJPയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.